ഉച്ചയ്ക്കൊരു പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള കറി ഐറ്റങ്ങളൊക്കെയാണ് തയ്യാറാക്കി എടുക്കുന്ന. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഒത്തിരി പേർക്ക് ഉപകാരപ്പെടും. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും പെരിഞ്ചീരകവും ഇട്ട് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. പൊടി ഐറ്റങ്ങൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഉരുളക്കിഴങ്ങും തക്കാളി, സവോള, പച്ചമുളകും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പുനീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടച്ച് വെച്ച് നന്നായിട്ട് ഇതിനൊന്ന് വേവിച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ അടുപ്പിലും 2 കായും കൂടെയൊക്കെ വെച്ച് കൊടുത്ത് അതും മെഴുക്കുരട്ടിക്കൊണ്ടിരിക്കണം. ഇതിനിടയ്ക്ക് മുട്ട പൊരിച്ചെടുക്കണം. 2 കൈയേ ഉള്ളെങ്കിൽ നമുക്ക് 4 കൈയുടെ പണിയൊക്കെയാണല്ലോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഉരുളക്കിഴങ്ങ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ മക്കൾ പോകാൻ നേരത്തുള്ള പിടച്ചിലും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ സ്ഥലത്തും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ രാവിലെ ഒരു പിടയിലൊക്കെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ബാലൻസ് ഒക്കെ ഇരിക്കണമെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാൻ പിന്നെ അതൊക്കെ മതിയല്ലോ. അപ്പോൾ എന്തായാലും പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇല എടുത്തിട്ട് ഇതിൽ വെച്ച് പൊതിയണമെന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെ വെച്ച് ഉച്ചയ്ക്ക് എടുക്കുമ്പോഴത്തേക്ക് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോഴും പിന്നെ മറ്റു കുട്ടികൾക്ക് അങ്ങനെ ഒന്നും കഴിക്കാനും പറ്റത്തില്ല. ഇതാകുമ്പോൾ സെപ്പറേറ്റൊക്കെ ഇരിക്കുമ്പോൾ എടുത്ത് കഴിക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ ചോറിൻ്റെ കൂടെ നമ്മൾ വെക്കുമ്പോഴത്തേക്ക് ഇത് ഞാൻ പിന്നീട് വെക്കുന്നുള്ളൂ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് വിഴുക്കും കൂടെ ഇതിൻ്റെ കൂടെ വെക്കാനായിട്ടൊക്കെ ഉണ്ട്. ഒരു സൈഡിൽ വിഴുക്കും വെച്ചിട്ട് നമ്മളിപ്പോൾ ഇലയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന കറി വെക്കുമല്ലോ, അത് നമ്മൾ കമിഴ്ത്തി വെക്കലും മലർത്തി വേണം വെക്കാനായിട്ടുള്ളത്. ചോറൊക്കെ നമ്മൾ പൊതിഞ്ഞെടുക്കുന്ന സമയത്തുണ്ടല്ലോ നന്നായിട്ട് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഇലയൊക്കെ നന്നായിട്ട് ഒതുക്കി പിടിച്ചെടുക്കുക. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നല്ല വൃത്തിയോട് കൂടി പൊതിഞ്ഞെടുക്കുകയാണെങ്കിൽ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും പൊതിച്ചോറൊക്കെ റെഡിയായി. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.